നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഫ്വൽ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് അടിപൊളി ഒരു നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല ആരെങ്കിലും അധികം കഴിച്ചിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല. അത്രമാത്രം ടേസ്റ്റിയായ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നാടൻ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഇടിഞ്ച കോഴി തയ്യാറാക്കാനായിട്ട്. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇടിഞ്ചക്കോഴി തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 150-200 ഗ്രാമോളം വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ല നാടൻ ചിക്കൻ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത്, ഇച്ചിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ കുക്കറിലൊന്ന് ഒരു 5-6 വിസിൽ കേൾപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി എല്ലോട് കൂടിയ കഷ്ണം എടുക്കുന്നതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ടേസ്റ്റ്. മാംസഭാഗം മാത്രമല്ല, ഇച്ചിരി എല്ലും കൂടി ചേർന്ന ഈ ഒരു കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ചതച്ചേക്കരുത് കേട്ടോ. ഒരു ഇടികല്ലിലോ അരകല്ലിലോ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇടിഞ്ചക്കോഴി തയ്യാറാക്കുവാൻ വേണ്ട ചിക്കനെല്ലാം പുഴുങ്ങി വെച്ചത് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടുന്ന പാകത്തിന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് 2-3 കീറിയെടുത്തത്, കുറച്ച് ഇഞ്ചി, അതായത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു അല്പം വലുപ്പമുള്ള ഒരു പീസ്, ആ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയായ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് കടകളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 ഇങ്ങനെ പിച്ചി ഒരു 2-3 തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി 1 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി ഏകദേശം ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കൻ പുഴുങ്ങിയ സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് പുഴുങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. അതിനാവശ്യമുള്ള ഉപ്പ് അവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസിന് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ 3-4 നുറുക്കിയെടുത്ത ഒരു 2 പച്ചമുളകും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നു. ഇനി ഞാനിതെല്ലാം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് ചിക്കനിൽ ഈ മസാലയും എല്ലാം പിടിക്കുന്നവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചിക്കനിൽ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഉള്ളിവടയൊക്കെ തിരുമ്മി യോജിപ്പിക്കത്തില്ലേ, അതുമാതിരി നന്നായിട്ട് തിരുമ്മി ഒരു 1 അവർ മാറ്റി വയ്ക്കുക. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുക. ഇതൊരു 1 അവർ കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഇടിഞ്ചക്കോഴിയുടെ കൂട്ട് മാറ്റി വെച്ചിട്ട് ഏകദേശം 1 അവർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് വറുത്തെടുക്കാനാണ്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്തിൽ വേണോ ചെയ്തെടുക്കാം. ഇതൊരു നാടൻ വിഭവം തന്നെയാണ്, വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എണ്ണ ഏകദേശം ചൂടായി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ മേത്തേക്കൊന്നും തെറിക്കാതെ വളരെ ശ്രദ്ധാപൂർവം ചെയ്തെടുക്കണം കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കുന്ന കാരണം ഒത്തിരി ടൈമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലായ അഫ്വൽ കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും നല്ല കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഏകദേശം ഒരു 2-3 മിനിറ്റായി. അപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ആകുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നല്ല മണമെല്ലാം വരുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാരും തന്നെ ബ്രോയിലർ ചിക്കനിൽ ചെയ്തെടുക്കരുത്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് നാടൻ ചിക്കനിൽ തന്നെ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഇടിഞ്ചക്കോഴി ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് വാർത്തതുപോലെ ഊറ്റിയെടുക്കണം. എണ്ണ ഒട്ടും തന്നെ ഇല്ലാണ്ട് ഇതുപോലെ ഒരു കണ്ണാപ്പയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം. ഈ ബാക്കിയുള്ള ചിക്കൻ കൂട്ടും കൂടി നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി വെറുതെ കുട്ടികൾക്ക് സ്നാക്സ് പോലെ കഴിക്കാനായാലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പിയായ സ്പെഷ്യൽ റെസിപ്പിയായ ഇടിഞ്ചക്കോഴി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ടേസ്റ്റിയായ യമ്മിയായ നല്ല ഹെൽത്തിയായ ഒരു നാടൻ വിഭവമാണ്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകും തീർച്ച. നല്ല നല്ല കമൻസിലൂടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.